വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃഷിമന്ത്രിയും ഗവർണറും ഇന്ന് ഒരേ വേദിയിൽ എത്തുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മന്ത്രി പി പ്രസാദും പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ ഹയത്ത് റീജൻസിയിലാണ് പരിപാടി നടക്കുന്നത്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ആദ്യം തന്നെ നമുക്കറിയാം, ഈ വിവാദങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് കൃഷിമന്ത്രി തന്നെയായിരുന്നു ആദ്യം ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ വിവാദം അതിന്റെ ഒരു മൂർധന്യതയിലെത്തിയ ഒരു സാഹചര്യം, സർക്കാർ ഗവർണർക്ക് കത്ത് നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് രണ്ടുപേരും ഒരേ വേദിയിൽ തന്നെ എത്തുന്നത്. ഇന്ന് എന്തൊക്കെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടോ? അത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിനൊക്കെ ഇന്നും സാധ്യതയുണ്ടോ അവിടെ? എല്ലാ കണ്ണുകളും ഈ പരിപാടിയിലേക്കാണ് പോകുന്നതെന്ന് പ്രത്യേകം പറയാം. ഗവർണറും കൃഷിമന്ത്രിയും ഭാരതാംബ വിവാദത്തിന് ശേഷം വീണ്ടും വേദിയിലെത്തുന്നു എന്നുള്ളതാണ് ജിൽസി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരുവരുടെയും ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും, ഇരുവരും എങ്ങനെയായിരിക്കും പരസ്പരം അഭിവാദ്യം ചെയ്യുക, ഇരുവരും എന്തെല്ലാമാണ് വേദിയിൽ പറയുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ആകാംക്ഷ നിലനിൽക്കുന്നു. കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങാണ് വേദി. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരിപാടി. നേരത്തെ തന്നെ ഈ പരിപാടി കവർ ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സർവകലാശാലയിൽ നിന്നും വന്നത് വലിയ വിവാദമായിരുന്നു. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്നും ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണെന്നും എന്നൊക്കെ തന്നെ പത്രസമ്മേളനത്തിൽ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിനോട് മാധ്യമങ്ങളും പ്രതിഷേധം അറിയിച്ചിരുന്നു. പിന്നീട് രാജ്ഭവനാവട്ടെ ഇത്തരത്തിലൊരു നിയന്ത്രണം തങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു അറിയിപ്പും നൽകുകയുണ്ടായി. എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ മാധ്യമങ്ങൾക്ക് വിലക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പരിപാടി. വേദിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ കൃഷിമന്ത്രി എങ്ങനെ പ്രതികരിക്കും? റവന്യൂ മന്ത്രി കെ രാജനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. കൂടാതെ സർക്കാരിന്റെ പുതിയ കത്തിനോടുള്ള ഗവർണറുടെ പ്രതികരണം എന്തായിരിക്കും? അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ? വേദിയിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ള കാര്യവും ഏറെ നിർണായകമാണ്. SFIയും KSUവും കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ നടത്തിയത്. ഇന്ന് SFI ജില്ലയിൽ പല ഭാഗങ്ങളായി പ്രതിഷേധം നടത്തുമെന്ന രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത്. എവിടെ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് SFI പദ്ധതി ഇടുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിലും രാമനിലയത്തിൽ നിന്നും ഹയത്ത് റീജിയൻസ് നടക്കുന്ന പുഴയ്ക്കൽ വരെയുള്ള ഭാഗങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരപാത. ഇവിടെ ഏതു ഭാഗത്തും പ്രതിഷേധം ഉണ്ടാകാം. അതുപോലെ തന്നെ പുഴയ്ക്കൽ നടക്കുന്ന സ്വകാര്യ ഹോട്ടലിലെ ചടങ്ങിലും ഇത്തരത്തിൽ പ്രതിഷേധത്തിനുള്ളൊരു സാധ്യത ഉണ്ട്. സാധാരണ കാർഷിക സർവകലാശാല ക്യാമ്പസിലാണ് ഇത്തരത്തിലുള്ള ബിരുദദാന ചടങ്ങ് നടക്കുക. പക്ഷേ ഇത്തവണ പുഴയ്ക്കലിലെ ഹയത്ത് റീജിയൻസിയിലാണ് ഇത് നടത്തുന്നത്. വലിയൊരു പന്തൽ ഇതിനുവേണ്ടി ഒരുക്കേണ്ടി വരും, വലിയ ചെലവ് ഉണ്ടാകുമെന്നാണ് കാർഷിക സർവകലാശാല ഇക്കാര്യത്തിൽ പറഞ്ഞത്. പക്ഷേ ഇത്തരമൊരു വലിയ ഹോട്ടലിലേക്ക് പരിപാടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും എല്ലാ കണ്ണുകളും 2 മണിക്കുള്ള ആ പരിപാടിയിലാണ് ഉള്ളത് എന്ന് പറയാം. ജിൽസി.